ദിവസങ്ങൾക്ക് ശേഷം രാത്രി 7 മണി നേരത്ത് നന്ദ കൃഷിൻ്റെ കോളും പ്രതീക്ഷിച്ച് തൻ്റെ മുറിയുടെ ബാൽക്കണിയിലെ ബീൻ ബാഗിലിരിപ്പാണ്. എന്നാലും ഇവൻ എന്താ വിളിക്കാഞ്ഞത്? ഇതിപ്പോൾ ഒരാഴ്ചയായി കണ്ടിട്ട്, എന്നിട്ടും അവൻ എന്നെ കാണാൻ തോന്നുന്നില്ലല്ലോ. അല്ലേലും ഈയിടെയായി അവന് ഫ്രണ്ട്സ് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്തിന് ഞാൻ പോലും. നന്ദു ഫോണും പിടിച്ച് പരിഭവിച്ചു. അവളിപ്പോൾ അവളുടെ വീട്ടിലാണ്. അന്ന് കേസിൻ്റെ വിധി വന്നതിൻ്റെ പിറ്റേന്ന് അവളെ വീട്ടിൽ വിട്ടിട്ട് പോയതാണ് കൃഷ്. അതിൻ്റെ പിറ്റേന്ന് അവർ ഫ്രണ്ട്സൊക്കെയും കൂടി 4 ദിവസത്തെ ട്രിപ്പിലായിരുന്നു. കൃഷ്, അലോക്, വിരാജ്, ആഡിസ്, ദിവിൻ, ധ്യാൻ, ധ്രുവ്, ശരൺ എല്ലാവരും ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഒറ്റ ടീമാണ്. വില്ലന്മാരില്ലാത്ത CSM കോളേജ്, അതാണ് പ്രസൻറ്റ് സിറ്റുവേഷൻ. വിരാജിൻ്റെ മൈൻഡൊന്ന് ഓക്കെ ആക്കി എടുക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ട്രിപ്പ് കഴിഞ്ഞു. എല്ലാം കൂടി ഇപ്പോൾ ആഡിസിൻ്റെ വീട്ടിലാണ് താമസം. എല്ലാം കൂടി ആഡിസിൻ്റെ വീട് ഒരു മെൻസ് ഹോസ്റ്റലാക്കി മാറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അവർ ഫ്രണ്ട്സ് എല്ലാവരും പാർട്ടി മറന്ന് നാളെ നടക്കുന്ന യൂണിയൻ ഇനോഗ്രേഷൻ്റെ തിരക്കിലാണ്. തേജ മേർഡറിന് ശേഷം 2 ദിവസം മുൻപാണ് കോളേജ് വീണ്ടും തുറന്നത്. പനിയായതിനാൽ നന്ദു കോളേജിൽ പോയില്ലായിരുന്നു. അവളാണെങ്കിൽ അവനെ മിസ്സടിച്ച് പണ്ടാരടങ്ങി നിൽക്കുകയാണ്. തൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് നന്ദു ചിന്തയിൽ നിന്നുണരുന്നത്. ഡിസ്പ്ലേയിൽ ലവ് എന്ന് കണ്ടതും ഒറ്റ റിങ്ങിൽ തന്നെ അവൾ കോൾ എടുത്തിരുന്നു. ഹലോ, അവൾ ഇത്തിരി പതിഞ്ഞ സ്വരത്തോടെ സംസാരിച്ചു. ഹലോ, നന്ദൂട്ടൻ എൻ്റെ കോളും പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു അല്ലേ? ഹേയ്, ആര് പറഞ്ഞു? ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിലേ ടച്ചായി കോൾ അറ്റൻഡ് ആയതാ. ആണോ? എങ്കിലേ ഞാൻ കട്ട് ചെയ്തേക്കാം. ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ കൃഷ് പറഞ്ഞു. അയ്യോ വേണ്ട, പിന്നെ നമുക്കേ സംസാരിക്കാം. അവൾ ചമ്മൽ മറച്ചു പിടിച്ചു. നീ എൻ്റെ കോൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്ത് സംസാരിക്കാൻ? കൃഷ്, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ എന്താ കൃഷ് ഇത്രയും നേരം വിളിക്കാഞ്ഞത്? എനിക്ക് നിന്നെ എന്തോരം മിസ് ചെയ്തെന്നോ. നിനക്കെന്നെ കാണാൻ തോന്നുന്നില്ലേ കൃഷ്? നന്ദ, നമുക്ക് നാളെ കാണാമല്ലോ. എടി, ഞാൻ ബിസി ആയിരുന്നു, അതാ വിളിക്കാഞ്ഞേ. ഇനിയും കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ട്. നീ ഇപ്പോഴും കോളേജിലാ? എന്തേ? ഒന്നുമില്ല. എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. എന്തേ? ഇതിപ്പോൾ നമ്മുടെ കോളേജിലെ വില്ലന്മാർ മൊത്തം ഫ്രണ്ട്സായ സ്ഥിതിക്കേ ഇനിയിപ്പോൾ ഒരു ഗുമ്മുണ്ടാവില്ല. അല്ല, നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ അടിച്ചു പൊളിക്കുക അല്ലേ? അല്ല കൃഷ്, ആരാ നാളത്തെ ഗസ്റ്റ്? അത് ചോദിക്കാനുണ്ടോ നമ്മുടെ വക്കീൽ? എൻ്റെ മനസ്സിൽ അങ്ങേരാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി. എൻ്റെ റോൾ മോഡലും അങ്ങേരാ. ഇവിടെ എല്ലാവർക്കും ആഗ്രഹം അങ്ങേരെ ഒന്ന് നേരിൽ കാണണം, പരിചയപ്പെടണം എന്നൊക്കെ. അപ്പം പിന്നെ ഒരു വെടിക്ക് 2 പക്ഷി. എനിക്ക് ഈ സെലിബ്രിറ്റിയെ തപ്പി നടക്കാനൊന്നും വയ്യെന്ന്. കൃഷ്, നാളെ ഞാൻ ഏത് സാരിയാണ് എടുക്കണ്ടേ? എന്തിന്? നാളെ നമ്മുടെ കല്യാണമൊന്നുമില്ലല്ലോ. സാരി ഒന്നും വേണ്ട. അല്ലേലും നാളെ നീ സാരി എടുത്ത് നിൽക്കുന്നതൊന്നും നോക്കിയിരിക്കാനൊന്നും എനിക്ക് സമയം കാണില്ലെന്ന്. കാണാനുള്ളതൊക്കെ ഞാൻ സമയം പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ടോളാം. പോടാ, ഈയിടെ നിനക്ക് വഷളോത്തരം മാത്രമേ ഉള്ളൂ. എന്ത് പോടാന്ന്? എന്നെ കാണിക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് ഉടുത്തൊരുങ്ങി വരണമെന്നില്ല. അല്ലേലും നീ കോളേജിലോട്ടെ സാരി ഉടുത്ത് വരുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. നിങ്ങൾ ന്യൂ ജനറേഷൻ്റെ സാരി ഉടുക്കലേ ഞാൻ കുറേ കണ്ടതാ. എന്ത് കണ്ടോന്ന് നന്ദു ചോദിച്ചു. നീ അത് വിട്. നീ നാളെ നല്ലൊരു വൈറ്റ് ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ മതി. നമുക്കേ ചുരിദാറും മതിയെന്ന്. അല്ല നന്ദൂട്ടൻ ഇപ്പം എന്താ ഇട്ടിരിക്കുന്നത്? ഒന്നും ഇട്ടിട്ടില്ല. എന്തേ? ആഹാ, നിൻ്റെ ഒന്നും ഇടാത്ത ആ ഒരു സീനെ ഞാൻ മനസ്സിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു. പോടാ തെണ്ടി. തെണ്ടി നിൻ്റെ അച്ഛൻ. ദേ കൃഷ്, എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, എല്ലാവരുടെ മുന്നിൽ വെച്ചാൽ നീ വൃത്തികേട് പറയുന്നേ. അല്ല, ഞാനിപ്പോൾ കാറിലാ. ഇല്ലേലേ, നീ ഇപ്പോൾ വിവരം അറിഞ്ഞേനെ. ഞാൻ വെക്കുക. ഗുഡ് നൈറ്റ്. ഡി പിണങ്ങിയോ? അവളൊന്നും മിണ്ടിയില്ല. അവളുടെ പിണക്കം മാറ്റാൻ വേണ്ടി അവൻ ഉമ്മകൾ വാരിക്കോരി കൊടുത്തുവെങ്കിലും അവൾ വല്ല താല്പര്യമില്ലാത്ത മട്ടിൽ ഉമ്മകളൊക്കെ സ്വീകരിച്ചു. ഒരെണ്ണം പോലും തിരികെ കൊടുക്കാതെ കോൾ അവസാനിപ്പിച്ചപ്പോൾ കൃഷിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നാളുകൾക്ക് ശേഷം നന്ദുവും തനുവും വീണ്ടും ആ കോളേജിലേക്ക് തിരിച്ചെത്തി. നന്ദുവിനെ അവളുടെ അച്ഛൻ ഡ്രോപ്പ് ചെയ്തതാണ്. നന്ദുവും തനുവും മനസ്സ് തുറന്ന് കുറച്ചു നേരം സംസാരിച്ചു. നന്ദു തനുവിനെയും കൂട്ടി കൃഷ്ണയെ അന്വേഷിച്ചു പ്രോഗ്രാം ഹാളിലേക്ക് നടന്നു. കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്ന കൃഷ്ണനെ കണ്ടതും നന്ദുവിൻ്റെ മുഖം വിടർന്നു. കസവും മുണ്ടും ബ്ലാക്ക് കളർ ഷർട്ടും ആയിരുന്നു അവൻ്റെ വേഷം. അവൻ്റെ മാത്രമല്ല, കൂടെയുള്ള കൂട്ടുകാരുടെ വേഷവും അതാണ്. നന്ദുവിൻ്റെ വരവ് കണ്ടതും എല്ലാവരും കൃഷ്ണനെ ഒന്ന് തോണ്ടി. കൃഷിൻ്റെ അരികിലെത്തി നന്ദു തൻ്റെ പിന്നിൽ പിടിച്ചിരിക്കുന്ന റോസ് ബൊക്കെ എടുത്ത് അവന് നേരെ നീട്ടി. ഹാപ്പി വാലന്റൈൻസ് ഡേ മൈ ലവ്, ഐ ലവ് യു. അവൻ്റെ കാതിൽ സ്വകാര്യം പോലെ അവൾ പറഞ്ഞു. താങ്ക് യു.
ക്രിഷ് ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അത് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം നന്ദു അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു തിരിഞ്ഞു നടന്നു. ഹേയ്, ഈ പൂക്കൾ മാത്രമേ ഉള്ളൂ? കൃഷിൻ്റെ സ്വരം കേട്ട് നന്ദു തിരിഞ്ഞു നോക്കി. ശേഷം വീണ്ടും അവന് നേരെ നടന്നു. അടുത്ത നിമിഷം അവളുടെ അതരങ്ങൾ അവൻ്റെ കവിളിൽ അമർന്നിരുന്നു. കൃഷിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഒപ്പം കൂടെയുള്ള അവൻ്റെ കൂട്ടുകാരുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരിയും സ്ഥാനം പിടിച്ചു. എൻ്റെ നന്ദു, ഞങ്ങൾ സിംഗിൾസിൻ്റെ മുന്നിൽ വെച്ച് ഇത് വേണമായിരുന്നോ? നല്ല ബെസ്മുണ്ട്, ആഡിസ് ആയിരുന്നോ പറഞ്ഞത്. ഈ കോളേജിൽ ഇത്രയും സുന്ദരികളുണ്ടായിട്ടും നിങ്ങൾ ഇത്രയും പേരും സിംഗിൾസായി നടക്കുന്ന എന്തിനാണെന്നാ എനിക്കറിയാത്തത്. നന്ദ തൻ്റെ സംശയം തുറന്നു ചോദിച്ചു. അതിന് ഞങ്ങൾക്ക് പറ്റിയ പെൺപിള്ളേരെ കൂടി കിട്ടണ്ടേ? നിങ്ങളെപ്പോലെ 10ൽ 10 പൊരുത്ത നിർബന്ധാണേ, ആലോകായിരുന്നോ പറഞ്ഞത്. ആണോ? എന്നാലേ പിന്നെ മാട്രിമോണി രജിസ്റ്റർ ചെയ്യുന്നതാ ബെസ്റ്റ്. അല്ല, വാലന്റൈൻസ് ഡേ ആയിട്ട് നിങ്ങളൊക്കെ എന്താ ബ്ലാക്ക് കോസ്റ്റ്യൂമിൽ? എൻ്റെ നന്ദു, ഇന്ന് വാലന്റൈൻസ് ഡേ മാത്രമല്ല, ബ്ലാക്ക് ഡേ കൂടിയാണ്. പുൽവാമ ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞ എല്ലാ ധീര ജവാന്മാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കറുത്ത ഷർട്ട് ധരിച്ചു. അലോക് തന്നെയായിരുന്നു മറുപടി പറഞ്ഞത്. അന്നേരാണ് നന്ദു അക്കാര്യം ഓർത്തത്. എന്നാ ഞങ്ങൾ പോട്ടെ, നന്ദു അവരെ നോക്കി പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ നിൽക്കുന്ന തനുവിനെ നിങ്ങളിൽ ഒരാളോടെ മുടിഞ്ഞ പ്രേമം. ഇത് കേട്ടതും എല്ലാവരും തനുവിനെ ഒന്ന് വല്ലാത്ത ഭാവത്തിൽ നോക്കി. നന്ദു ആ പറയുന്നത് കേട്ടതും തനു അവളെ നോക്കി പേടിപ്പിച്ചു. അത്രമാത്രം പറഞ്ഞ് തനുവിൻ്റെ കൈയും പിടിച്ച് നടക്കാനൊരുങ്ങിയ നന്ദുവിനെ വിരാജും അലോകും ഒഴികെ ബാക്കി എല്ലാവരും കൂടി വളഞ്ഞു. അതെ, ആളാരാണെന്ന് കൂടി പറഞ്ഞിട്ട് പോയാൽ മതി, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അന്നേരം നന്ദു കൃഷിനെ നോക്കി. അവനാണേൽ ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന പോലെ അവൾ സമ്മാനിച്ച പൂവിനെ മണത്തു നോക്കുന്നുണ്ട്. ആളാരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, അതാണ് ടാസ്ക്. നന്ദുവും വിട്ടില്ല. എങ്കിൽ ഒരു ക്ലൂ താ, ധ്യാൻ പറഞ്ഞു. അത് താങ്കളല്ല, ഇതാണ് ഏറ്റവും വലിയ ക്ലൂ. നന്ദു അപ്പം തന്നെ അങ്ങ് മറുപടി പറഞ്ഞു. ആ ബെസ്റ്റ്. അവള് പോയടാ, വെണ്ണിലാ ചന്ദനക്കിണ്ണം മുങ്ങി മുങ്ങിപ്പോയി. ഇനി ഞാൻ സ്വപ്നം കാണണ്ടല്ലോ അല്ലേ? ധ്യാൻ പ്രത്യേക ഇണത്തി പറഞ്ഞു. വേണ്ട, എങ്കിൽ 2 പേരെ കൂടി വെട്ടി പിള്ളേർക്കൊരു യമണ്ടൻ ക്ലൂ കൂടി കൊടുക്കുന്നു, ധ്യാൻ തൻ്റെ ആഗ്രഹം പറഞ്ഞു. അതില്ല, നിങ്ങൾ കണ്ടുപിടിക്ക്. ഇനിയൊരു ക്ലൂ കൂടി താവച്ചേ, ആഡിസാണ് പറഞ്ഞത്. ഇനി ക്ലൂ ഒന്നുമില്ല, വേണേ കണ്ടുപിടിക്ക്, ഒന്ന് മാറിക്കേ എന്നും പറഞ്ഞ് നന്ദു തനുവിൻ്റെ കൈയും പിടിച്ച് നടന്നു നീങ്ങി. അതിനിടയിൽ നന്ദുവിൻ്റെ നിർദ്ദേശപ്രകാരം തനു ഒന്ന് തിരിഞ്ഞു നോക്കിയതും ദേ അവൾ നോക്കുന്നടാ എന്നും ആഡിസും ദിവനും ധ്രുവും ശരണും ഒരേ ഈണത്തിൽ പറഞ്ഞപ്പോൾ അലോകും വിരാജും അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോയി. കൃത്യം 11 മണിക്ക് തന്നെ ഡേവിഡ് ജോൺ പ്രോഗ്രാം ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി എത്തി. ഡേവിഡ് ജോണിനെ കണ്ടതും പിള്ളേരൊക്കെ ആവേശത്തിലായി. അതിൻ്റെ കൂടെ ലോ കോളേജിലെ രാഷ്ട്രീയാനുഭവം കൂടി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് ഡേവിഡിൻ്റെ വക ഒരു ഉഗ്രൻ സ്പീച്ചും. പിള്ളേരൊക്കെ അങ്ങ് കോരി തരിച്ചു പോയില്ലേ. ഒപ്പം പഴയ കോളേജ് ചെയർമാൻ്റെയും പുതിയ കോളേജ് ചെയർമാൻ്റെയും അതിഗംഭീരമായ പ്രസംഗവും കൂടി ഉണ്ടായിരുന്നു. സിംഗിളായി കഴിയുന്ന പിടക്കോഴികളൊക്കെയും ഗസ്റ്റിനെയും പഴയ ചെയർമാനെയും പുതിയ ചെയർമാനെയും ശരിക്കും വായി നോക്കി കഴിഞ്ഞപ്പോഴാണ് ആശംസാ പ്രസംഗവും അറിയിച്ചു ഒരു ചുള്ളൻ സ്റ്റേജിൽ കയറി വരുന്നത്. ഇത് ഏതാടാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം പറഞ്ഞ ആഡിസ് നാക്ക് വായിലേക്കിട്ടില്ല. അതിനു മുൻപേ ആളുടെ സെൽഫ് ഇൻട്രോ കൂടി കഴിഞ്ഞിരുന്നു. അജിത് സാറിൻ്റെ പോസ്റ്റിലേക്ക് വന്ന പുതിയ ഗസ്റ്റ് ലെക്ചർ ആണെന്ന്. ആ ബെസ്റ്റ്, ഇവനിനി ആരെ കയറി ഉമ്മ വെക്കുമെന്തോ ധ്യാൻ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയി. അപ്പോഴാണ് പുള്ളി ഡീറ്റെയിൽഡായി പരിചയപ്പെടുത്തുന്നത്. ആള് പ്രിൻസിയുടെ സ്വന്തം മോനാണ്. പേര് ഋഷിൻ ശേഖർ. ഒരു നിമിഷം പിടക്കോഴികളുടെ ഉള്ളിലൊക്കെയും ലഡു പൊട്ടിയെങ്കിലും അജിത് സാറിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ പിള്ളേരൊക്കെ ആ റൂട്ട് വേണ്ടെന്ന് വെച്ചു. ഇനോഗ്രേഷൻ കഴിഞ്ഞു. കോളേജ് പിള്ളേരുടെ ഡാൻസും പാട്ടൊക്കെ അരങ്ങേറി. അതിൻ്റെ കൂടെ അന്നത്തെ ആ മാഗസിൻ വായിച്ചു ശരിയുത്തരം കണ്ടെത്തിയതിൽ നിന്നുള്ള ഒരു വിജയിക്കുള്ള ഗോൾഡ് കോയിൻ കൂടി സമ്മാനിച്ചു. BA മലയാളം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സമ്മാനത്തിന് അർഹയായത്. ഇനോഗ്രേഷൻ പരിപാടി കഴിഞ്ഞു. സ്റ്റുഡൻസിൻ്റെ കൂടെ കുറച്ചു നേരം ചിലവഴിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞു ഡേവിഡ് അവിടെ നിന്ന് മടങ്ങി. തിരികെ മടങ്ങാൻ നേരം അവൻ നേരെ വണ്ടി തിരിച്ചത് ഡേഷ് ജ്വല്ലറിയിലേക്കും. നിലയ്ക്കുള്ള വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാനായിരുന്നു അത്. കോളേജ് പിള്ളേരുടെ പരിപാടികൾ സ്റ്റേജിൽ അരങ്ങേറുന്നുണ്ട്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് കപ്പിൾ ഡാൻസ് ആയിരുന്നു അധികവും. ചെയർമാൻ ഇത്തവണ അകലം പാലിച്ചു. സ്റ്റേജിൽ പരിപാടി നടക്കുമ്പോൾ കോളേജിലെ റിയൽ കപ്പിൾസൊക്കെയും അവരുടെ പാർട്ട്ണറൊത്ത് ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ പ്രണയ സല്ലാപത്തിലായിരുന്നു. പരിപാടി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിരാജ് ആരോടും പറയാതെ അവിടെ നിന്ന് നടക്കുന്നത്. താൻ എപ്പോഴും വന്നിരിക്കാറുള്ള വാഗമരച്ചുവട്ടിൽ അവൻ ഏറെ നേരം വന്നിരുന്നു. മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രം. ആ ചിരി ഇപ്പോഴും അവൻ്റെ കൺമുന്നിൽ മായാതെ നിൽക്കുന്നുണ്ട്.
തൻ്റെ ബാഗിൽ നിന്ന് ഒരു റോസാപ്പൂ എടുത്ത് ആ മരച്ചുവട്ടിൽ വെച്ച് എഴുന്നേറ്റ് നടക്കുമ്പോൾ ഒരു നീർത്തുള്ളി അവൻ്റെ കവളിലൂടെ ഉരുണ്ടിറങ്ങി. വൈകുന്നേരം വരെ നന്ദുവിനെ കൃഷ്ണനെ നേരാവണ്ണം കാണാൻ പോലും കിട്ടിയില്ല. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അവൾക്കൊരു ഗിഫ്റ്റോ എന്തിനും അവൾക്കൊരു വിഷ് പോലും ചെയ്തില്ല എന്നത് അവളെ വേദനിപ്പിച്ചു. വൈകുന്നേരം 4 മണി ആയതോടെ പ്രോഗ്രാം ഒക്കെയും കഴിഞ്ഞു. ഒരുമിച്ച് പോവാന്ന് കരുതി അവനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് തനുവിൻ്റെ കൂടെ പോയിക്കോളാൻ പറയുന്നത്. അതോടെ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. വീർപ്പിച്ചു വെച്ച മുഖവുമായി തനുവിൻ്റെ സ്കൂട്ടിയുടെ പിറകിൽ കയറിയിരുന്നു. തന്നെ ഒന്ന് നോക്കൂ പോലും ചെയ്യാതെ തനുവിൻ്റെ കൂടെ പോകുന്നവളെ കണ്ട് കൃഷ്ണ ചിരി വന്നു. ഏതൻസിൽ നന്ദുവിനെ ഇറക്കി തനു അവിടെ നിന്ന് പോയി. താഴെ നിന്ന് കീയും വാങ്ങി നന്ദു വാടിയ മുഖവുമായി മുകളിലോട്ട് നടന്നു. ഡോറും തുറന്ന് അകത്ത് കയറി കൃഷ്ണൻ്റെ മുറിയിൽ ചെന്നു. തങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കയ്യിൽ പിടിച്ചു അവൻ്റെ മുഖത്ത് നോക്കി 4-5 തെറിയും പറഞ്ഞു അവൾ തൻ്റെ മുറിയിലേക്ക് നടന്നു. ഡോറും തുറന്ന് അകത്ത് കയറിയതും ബെഡിൽ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് ഹാമ്പർ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ ബോക്സ് തിരിച്ചും മറിച്ചു നോക്കി. അത് പൊട്ടിക്കാൻ തന്നെ അവൾക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. അവൾ ബോക്സ് തുറന്നു നോക്കി. ചുവന്ന സാരി, അത്യാവശ്യം ഹീൽഡുള്ള ചപ്പൽ, ഒരു ഗോൾഡ് ബോക്സ്. അതിലുണ്ടായിരുന്നത് ഡയമണ്ട് ബ്രേസ്ലെറ്റ് ബാങ്കിളായിരുന്നു. പിന്നെ ഒരു വാലറ്റ്, നിറയെ ചോക്ലേറ്റ്സ്. ഇതൊക്കെയായിരുന്നു ആ ബോക്സിലുണ്ടായിരുന്നത്. പിന്നെ തൊട്ടരികിൽ റോസ് ഫ്ലവറും ഒരു പേപ്പറും ഉണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ നന്ദൂട്ടാ. ഗിഫ്റ്റ് ഇഷ്ടമായോ? സാരി ഉടുക്കരുതേ, ഞാൻ വന്നിട്ട് കൊടുത്താൽ മതി. ആ വരി വായിച്ചപ്പോൾ തന്നെ അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. നന്ദൂട്ടാ, ഐ ലവ് യു. ആ ഒരു ഐ ലവ് യു അത് മതിയായിരുന്നു അവൾക്ക്. അതിനായിരുന്നു അവൾ കാത്തിരുന്നതും. അതവളുടെ ആത്മാവിനെ സ്പർശിക്കുകയും അത്രത്തോളം വിലമതിക്കുന്നതായി തോന്നിപ്പിക്കുകയും ചെയ്തു. ആ പേപ്പർ അവൾ ചുംബിച്ച ശേഷം നെഞ്ചോടടുപ്പിച്ചു. സ്വപ്നം കാണാൻ തുടങ്ങി. അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. വർദ്ധിച്ചു വന്ന നെഞ്ചിടിപ്പോടെ അവൾ ഡോർ തുറക്കാൻ ചെന്നു. പ്രതീക്ഷിച്ച ആള് തന്നെയായിരുന്നു മുന്നിൽ. അവൾ അവനെ കണ്ണടക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവനകത്ത് കയറി ഡോറും അടച്ച് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അവൻ മുറിയിലേക്ക് നടന്നു. പെട്ടെന്ന് റെഡിയാവണം, നമുക്ക് ഒരിടം വരെ പോവാനുള്ളതാ. ഒന്ന് നിന്ന ശേഷം അത്രയും പറഞ്ഞവൻ തൻ്റെ മുറിയിലേക്ക് തിരികെ നടന്നു. പിന്നാലെ നന്ദു തൻ്റെ മുറിയിലേക്ക് നടന്നു. കുളിച്ച് ഫ്രഷായി സാരി എടുക്കാൻ വേണ്ടി സ്കേർട്ടും ബ്ലൗസും ഇട്ട് നിൽക്കുമ്പോഴാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. തൻ്റെ ഒരു ചുരിദാറിൻ്റെ ഷോളും എടുത്ത് മാറും വയറും മറച്ചു ഡോറും തുറന്നതും കുളിച്ച് സുന്ദര കുട്ടപ്പനായി വെൽ ഡ്രസ്ഡായി കൃഷ്ണ നിൽക്കുന്നു. വൈറ്റ് ഷർട്ട്, കോഫി കളർ പാൻറ്, മാച്ചായ ഷൂസ്, കൂളിംഗ് ഗ്ലാസ്, വാച്ച് എല്ലാം കൊണ്ട് അതിനെ അടിപൊളിയായി സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അവളവനെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്ത് ചോര ഊറ്റുന്നതിനിടയിൽ അവൻ മുറിക്കുള്ളിൽ കയറിയിരുന്നു. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഷോൾ കൂടി അവൻ വലിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. മാറിൽ കൈ പിണച്ചു കെട്ടി നാണത്തോടെ അവൾ അവന് പിന്നാലെ ചെന്നു. ഞാനൊന്ന് ട്രൈ ചെയ്യാം, നീയും കൂടി ഹെൽപ്പ് ചെയ്തോണം എന്നും പറഞ്ഞ് ബെഡിൽ വെച്ചിരിക്കുന്ന സാരി എടുത്ത് ഓപ്പൺ ചെയ്ത് അവളുടെ അരികിൽ വന്നു നിന്നതും അവൾ കിളിപ്പോയി നിൽപ്പാണ്. അതേ ഭാവത്തോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവൻ പുരികം പൊക്കി. അന്നേരം അവൾ ഒന്നുമില്ലെന്ന പോലെ ചുമൽ കോച്ചി. താൻ സാരി ഉടുക്കുന്നത് നോക്കിയിരിക്കാൻ വന്നതാണെന്നാണ് അവൾ കരുതിയത്. ഇതിപ്പോൾ അന്ന് പറഞ്ഞത് ഏറ്റുപിടിച്ച് വന്നതാണെന്ന് അവൾ അറിഞ്ഞില്ല. അതിനിടയിൽ തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണെടുത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നവനെ കണ്ടതും അവൾക്ക് ചിരിയും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവൻ ഒരു വില്ലൻ ആവണ്ട, അതിൻ്റെ കൂടെ അവൻ്റെ ഒരു ഡയലോഗും. അതെ, എനിക്ക് നിന്റെ കണ്ണിലേക്ക് നോക്കി സാരി ഉടുപ്പിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ടേ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു, അവിടെ നോക്കി ഇവിടെ നോക്കി എന്നൊന്നും പറഞ്ഞേക്കരുത്. കുറുമ്പോടെ പറയുന്നവനെ കണ്ടതും അവളുടെ മുഖത്ത് ചുവപ്പ് പടർന്നു. അതിനിടയിൽ അവൻ്റെ നോട്ടം തൻ്റെ വയറിലേക്ക് നീളുന്നത് അവൾ നാണത്തോടെ തിരിച്ചറിഞ്ഞു. അടുത്ത നിമിഷം അവൻ സാരിയുടെ ചുറ്റുന്ന ഭാഗം എടുത്ത് അവളുടെ സ്കേർട്ടിനുള്ളിലേക്ക് തിരികെ കൊടുത്തതും ഒന്നേങ്ങിക്കൊണ്ട് അവൾ വയർ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചു. അത് കണ്ടിട്ടാവണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയത്. സാരിയുടെ ആദ്യത്തെ ലെയർ ചുറ്റിക്കൊടുത്തത് മുതൽ താഴത്തെ പ്ലീറ്റ്സ് എടുക്കുന്നത് വരെ അവൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. പ്ലീറ്റ്സ് എടുക്കാൻ അവൾ കൂടി ഹെൽപ്പ് ചെയ്തുവെങ്കിലും ഒരു പാവാടക്കുള്ളിലേക്ക് കുത്തിത്തിരികുന്ന ജോലി കൃത്യമായി അവൻ തന്നെ ചെയ്തു. അന്നേരം കണ്ണിറുക്കി അടച്ചു അവൾ അവൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചു. സിംഗിൾ പ്ലീറ്റ് സ്റ്റൈലിൽ ഉടുക്കുന്നതുകൊണ്ട് പിന്നീട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഈ ഒരാഴ്ച നീ കുത്തിയിരുന്ന് സാരി എടുക്കാൻ പഠിച്ചതല്ലേ? എല്ലാം കഴിഞ്ഞ് പിൻ കുത്തിക്കൊടുക്കുന്നതിനിടയിൽ അവൾ അവനിട്ട് കൊട്ടാനും മറന്നില്ല. എന്തായാലും സംഭവം അടിപൊളിയല്ലേ? അവളെ കണ്ണാടിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. കൊള്ളാം. അവൻ നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടിൽ ചെറുതായി മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. സാരിക്ക് മാച്ചാവുന്ന ഇയർ റിംഗ്, കഴുത്തിലൊരു സിമ്പിൾ നെക്ലേസ്, അത് കഴിഞ്ഞ് താൻ വാങ്ങിച്ച ഡയമണ്ട് ബാങ്കിൾ അതുകൂടി അവൻ അവൾക്ക് അണിയിച്ചു കൊടുത്തു. അതൊക്കെയും കഴിഞ്ഞു ഒരു റൊമാൻറ്റിക് സോങ് വെച്ച് ഒരു റൊമാൻറ്റിക് ഡാൻസ്.
രണ്ടുപേരും ഒരേ വൈബായതുകൊണ്ടേ അവിടെ ആ ഒരു പ്രശ്നവുമില്ല. എല്ലാം കഴിഞ്ഞ് ഡോറും പൂട്ടി ഇറങ്ങുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. അരമണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ കൃഷിൻ്റെ വണ്ടി ഒരിടത്ത് ചെന്ന് നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ നന്ദുവിൻ്റെ കണ്ണുകൾ കൃഷിൻ്റെ കൈകളാൽ മൂടപ്പെട്ടു. കൃഷ്, എങ്ങോട്ടായി പോണേ? നന്ദൂട്ടാ, ഡോൺ വറി, മുന്നോട്ട് നടന്നോളൂ. എ സർപ്രൈസ് ഫോർ യു. കൃഷ്, എന്താ, നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഹേ, നീ കൂടെ ഉള്ളപ്പോൾ എനിക്ക് പേടിയോ? നന്ദു മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. എങ്കിൽ നടന്നു. അവളുടെ കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. യെസ്, ലെറ്റ്സ് സീ. അവളുടെ കണ്ണിൽ നിന്നും കൈകൾ പിൻവലിച്ചുകൊണ്ട് കൃഷ് പറഞ്ഞു. മുന്നിലെ കാഴ്ച കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. പുഴയോട് ചേർന്നുള്ള കെട്ടുവള്ളമാണ് അവൾ കാണുന്നത്. ചുറ്റിലും വിളക്കുകൾ വെച്ച് അത് അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. പ്ലീസ് കം. അവൾക്ക് നേരെ തൻ്റെ കൈകൾ നീട്ടിക്കൊണ്ട് കൃഷ് പറഞ്ഞതും നന്ദു അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ചു. നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് കൃഷ് മുന്നേ നടന്നപ്പോൾ അവന് പിന്നാലെ ചെറുപുഞ്ചിരുമായി നന്ദുവും നടന്നു. അത്യധികം മനോഹരമായി ഒരുക്കിയ ബെഡ്റൂമിൻ്റെ അരികിലായി മെഴുകുതിരികൾ കത്തിച്ചു വെച്ച ടേബിളും 2 ചെയറും. ഇന്നൊരു റൊമാൻറ്റിക് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയാലോ? അവളുടെ കാതോരവൻ പ്രണയത്തോടെ പറഞ്ഞു. അതൊക്കെ ഓക്കെ, പക്ഷേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത ബെഡ്റൂം എന്തിനാ? അവൾക്ക് സംശയം. അത് പിന്നെ ഈ പാക്കേജിൽ വരുന്നതാ. അവരോട് പറയാൻ പറ്റുമോ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ബെഡ്റൂം വേണ്ടെന്ന്? അതവിടെ കിടന്നോട്ടെ, നിനക്കിപ്പോൾ എന്താ? അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ട് കൃഷ് പറഞ്ഞു. ടേബിളിൻ്റെ ഇരുവശത്തായി ഇരുന്ന് ഡിന്നർ കഴിക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ പലപ്പോഴായി പരസ്പരം കോർത്തു. മെഴുകുതിരിയുടെ വെട്ടത്തിൽ തിളങ്ങുന്ന അവളുടെ മുഖം കാണവേ അവന് കണ്ണടക്കാൻ തോന്നിയില്ല. നന്ദുവിനാണെങ്കിൽ അവൻ്റെ കാന്തിക ശക്തിയുള്ള മിഴികളെ നേരിടാനും ആയില്ല. ഒടുവിൽ ഫുഡൊക്കെയും കഴിച്ചു. കായലിലെ ഓളപ്പരപ്പിൽ വീണ അമ്പിളി വെട്ടത്തെ അവൾ നോക്കിയിരുന്നു. കാറ്റിൽ അവളുടെ മുടി പാറി പറക്കുന്നുണ്ട്. അന്നത്തെ രാത്രിക്ക് വല്ലാത്തൊരു സൗന്ദര്യമാണെന്ന് അവൾക്ക് തോന്നി. തൊട്ടരികിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ പ്രണയം മാത്രമാണ് അവൾ കണ്ടത്. നേർത്ത നിലാവിൽ അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതായി അവന് തോന്നി. അവളുടെ ആ താമരമിഴികളും ചുവന്നു തൊടുത്ത അതരങ്ങളും അവൾക്ക് തന്നോടുള്ള നിസ്വാർത്ഥമായ പ്രണയമായിട്ടാണ് അവൻ കണ്ടത്. ഇരുമിഴികളും കോർത്ത വേളയിൽ അവൻ അവളുടെ കൈ രണ്ടും കോർത്ത് പിടിച്ചു. അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചു. അവളുടെ അതരങ്ങൾ കവർന്നു. നന്ദുവിൻ്റെ മിഴികൾ ഏതോ നിർവൃതി എന്ന പോലെ കൂമ്പി അടഞ്ഞു പോയിരുന്നു. ഇരുവരും ചേർന്ന് നിന്ന് കായലിലെ ഓളപ്പരപ്പിൽ നീന്തി തുടിക്കുന്ന അമ്പിളിയെ നോക്കി നിന്നു.